കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പലഹാരമായാലോ? എഗ് മൈദ ബോൾസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണ കുറഞ്ഞൊരു പലഹാരമാണ്. അതിനായിട്ട് ഇതാ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ മൈദയാണ്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 3 ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച മൈദ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പാണ്. അതിന് 1 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ആ ഒരു അളവിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം മധുരം ഉണ്ടാവുക, ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് ഉപ്പാണെങ്കിലും 1/4 ടീസ്പൂണിൽ കുറവ് മതിയാവും കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിൻ്റെ അടപ്പടച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് കറക്കി കൊണ്ടുവരാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ച് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് മുഴുവനും നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി അടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മളെ മാവ് വേണ്ടത്. ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഈ ഒരു രീതിയിലാണ് നമ്മളെ മാവ് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിലാണ് മാവ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഈ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നല്ല സോഫ്റ്റും അതുപോലെ നല്ല രീതിയിൽ പൊങ്ങി വരാനും ഈ മാവ് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. 1 മണിക്കൂറിന് ശേഷം എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ ഒരു കയ്യിൽ ഇതിലേക്ക് ഇറക്കി വെക്കേണ്ട. ഈ ഒരു കയ്യിലാണ് നമ്മൾ ബോൾസ് ചുട്ടെടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഇതുപോലെ റൗണ്ടായിട്ടുള്ള ഇതുപോലെ എണ്ണയിൽ മുക്കിയിട്ട് ഇങ്ങനെ ബോൾസാക്കി എടുക്കാവുന്നതാണ്. ഈ എണ്ണ കയ്യിൽ നല്ല ചൂടായതിന് ശേഷം കയ്യിൽ പൊക്കി വെച്ചതിന് ശേഷം അതിലേക്ക് വേറൊരു കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ എണ്ണയിൽ വെച്ച കയ്യിൽ എണ്ണ മുക്കിയിട്ടല്ല എടുക്കേണ്ടത്, കയ്യിൽ മാത്രമായിട്ടാണ് എടുക്കേണ്ടത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഈ കയ്യിൽ മുക്കി കൊടുക്കുക. കയ്യിൽ മുക്കിയതിന് ശേഷം തന്നെ അതിൽ നിന്ന് ബോൾസ് പോലെ ഇത് ഓരോന്നും മാറും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ബോൾസിൽ കണ്ട ചെറിയ ചെറിയ വിള്ളൽ പോലെ വന്നിട്ടുള്ളത് നമ്മൾ വെട്ട് കേക്കിൻ്റെ ഒക്കെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോൾസിന്. ആ ഒരു മധുരമുള്ളൂ ഈ ബോൾസിന്. ഇതുപോലെ ഓരോന്നും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മൾ ബോൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ആക്കി വെക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുറം ഭാഗം നല്ല കരിഞ്ഞു പോകും, ഉൾഭാഗം ഒരിക്കലും വേവില്ല. അതിനാണ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്.
ബോൾസായിട്ട് തന്നെ ഈ മാവ് ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല ബോൾസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ടിപ്പും കൂടിയാണ്, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. ഞാൻ ഈ ഒരു അളവിൽ ഇത്രയും അധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് മൈദ ബോൾസാണ്. നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ബോൾസ് ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ എല്ലാം ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, പുറമേ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, അടിപൊളി എഗ് മൈദ ബോൾസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബോൾസാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.